ജയ ഒരു പാട്ട് പാടി നമ്മെ സഹായിക്കുന്നതാണ്. അതിനുവേണ്ടി സിസ്റ്റർ ജയയെ ക്ഷണിച്ചോളും. Praise the Lord. Praise the Lord. Hallelujah. സ്തോത്രം. യഹോവേ, നീ എന്നെ ശോധന ചെയ്തു, എന്നിരിപ്പും നിൽപ്പും നീ അറിയുന്നു. യഹോവേ, നീ എന്നെ ശോധന ചെയ്തു, എന്നിരിപ്പും നിൽപ്പും നീ അറിയുന്നു. എൻ ചിന്തകൾ എൻ മുൻപേ നീ ഗ്രഹിക്കുന്നു, എന്നാടപ്പും കീടപ്പും നീ അറിയുന്നു. എൻ ചിന്തകൾ എൻ മുൻപേ നീ ഗ്രഹിക്കുന്നു, എന്നാടപ്പും. ഹലോ, ഹലോ, സ്തോത്രം. കഥാവേ സ്തോത്രം. ലൈനിലുണ്ടോ? മ്യൂട്ടായി പോയെന്ന് തോന്നുന്നു ലൈന്. ഹലോ. വാനത്തിൽ പറന്നുയർന്നാലും ആഴിൻ നടുവേ ഞാൻ ചരിച്ചാലും, ആകാശവിതാനത്തിൽ പറന്നുയർന്നാലും ആഴിൻ നടുവേ ഞാൻ ചരിച്ചാലും, അവിടെല്ലാം നിൻ സന്നിധിയൻ ഭാഗ്യം, അതുല്യമാം നിൻ കരം എന്നെ നടത്തും. അവിടെല്ലാം നിൻ സന്നിധിയൻ ഭാഗ്യം, അതുല്യമാം നിൻ കരം എന്നെ നടത്തും. യഹോവേ, നീ എന്നെ ശോധന ചെയ്തു, എന്നിരിപ്പും നിൽപ്പും നീ അറിയുന്നു. യഹോവേ, നീ എന്നെ ശോധന ചെയ്തു, എന്നിരിപ്പും നിൽപ്പും നീ അറിയുന്നു. എന്നാവിൽ നീ അറിയാത്ത വാക്കുകളില്ല, എൻ വഴികളെല്ലാം നീ അറിയുന്നു. എന്നാവിൽ നീ അറിയാത്ത വാക്കുകളില്ല, എൻ വഴികളെല്ലാം നീ അറിയുന്നു. നിന്നെ വിട്ടു ഞാൻ എവിടേക്ക് പോകും, നിൻ സന്നിധി വിട്ടു ഞാൻ എവിടെ ഒളിക്കും. നിന്നെ വിട്ടു ഞാൻ എവിടേക്ക് പോകും, നിൻ സന്നിധി വിട്ടു ഞാൻ എവിടെ ഒളിക്കും. യഹോവേ, നീ എന്നെ ശോധന ചെയ്തു, എന്നിരിപ്പും നിൽപ്പും നീ അറിയുന്നു. യഹോവേ, നീ എന്നെ ശോധന ചെയ്തു, എന്നിരിപ്പും നിൽപ്പും നീ അറിയുന്നു. എൻ ചിന്തകൾ എൻ മുൻപേ നീ ഗ്രഹിക്കുന്നു, എന്നാടപ്പും കീടപ്പും നീ അറിയുന്നു. എൻ ചിന്തകൾ എൻ മുൻപേ നീ ഗ്രഹിക്കുന്നു, എന്നാടപ്പും കീടപ്പും നീ അറിയുന്നു. യഹോവേ, നീ എന്നെ ശോധന ചെയ്തു, എന്നിരിപ്പും നിൽപ്പും നീ അറിയുന്നു. യഹോവേ, നീ എന്നെ ശോധന ചെയ്തു, എന്നിരിപ്പും നിൽപ്പും നീ അറിയുന്നു. ദൈവനാമത്തിന് സ്തോത്രം. 139 സങ്കീർത്തനത്തിന്റെ ആദ്യത്തെ ചില വാക്യങ്ങളാണ് ആ പാട്ടിൽ കൂടെ പാടിയത്. നമ്മെ കാണുന്നവനായ സർവശക്തനായ ദൈവത്തിന്റെ മുൻപിൽ നാം ആയിരിക്കുന്നുള്ള ചിന്ത നമ്മെ എപ്പോഴും ഭരിച്ചുകൊണ്ടിരുന്നാൽ ഈ ലോകത്തിൽ ജയകരമായ ക്രിസ്ത്യ ജീവിതം നയിപ്പാൻ നമുക്ക് കഴിയും. ഞാൻ ആകാശത്തിൽ പോയാൽ, ഞാൻ ഭൂമിയിൽ ചെന്നാൽ, ഞാൻ പാതാളത്തെ കിടക്ക വിരിച്ചാൽ, ഞാൻ ഭൂമിയുടെ എവിടെ ചെന്ന് പാർത്താലും എന്നെ കാണുന്നവനായ സർവശക്തന്റെ കണ്ണുകൾ, എന്നെ പിന്തുടരുന്നവനായ ഒരു വലിയവന്റെ കണ്ണ് എന്നെ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നുള്ളതായ ചിന്ത. അതിന്റെ ഒരു വാക്യം എനിക്ക് വായിക്കുവാനുള്ളത്
അതിന്റെ 14-ാം വാക്യം, ഭയങ്കര അതിശയകരമായി എന്നെ സൃഷ്ടിച്ചിരിക്കുക, ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. നിന്റെ പ്രവൃത്തികൾ അത്ഭുതകരമാകുന്നു, അത് എൻ്റെ ഉള്ളം നല്ലവണ്ണം അറിയുന്നു. ഈ രാത്രികാലം എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ ദൈവമക്കളോടും പറയാനുള്ള, നമ്മെ കാണുന്ന സർവശക്തൻ, നമ്മെ നന്നായി അറിയുന്ന കർത്താവ് ഭയങ്കര അതിശയകരമായി സൃഷ്ടിച്ചിരിക്കുകയാൽ ഈ രാത്രികാലം നമ്മെ അറിയുന്നവനായ കർത്താവിന്റെ സന്നിധിയിൽ നമ്മുടെ ഹൃദയം പകരുവാൻ തക്കോണം കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന് അപേക്ഷിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ പ്രോഗ്രാമിൽ നിർത്തുന്നു. താങ്ക് യു സിസ്റ്റർ ജയ. നമ്മൾ പ്രാർത്ഥിക്കുകയും പാട്ട് കേൾക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ അല്പസമയം വചനത്തിന്റെ മുൻപാകെ നമ്മളായിരിക്കാൻ പോവുകയാണ്. വചനത്തിലൂടെ ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് ഇടപെടുവാൻ, വചനം നമ്മുടെ ഭക്ഷിച്ച് ഉദരം നിറയ്ക്കുവാൻ നമുക്ക് ഇന്ന് രാത്രികാലം കൃപ ചെയ്യേണ്ടത് നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം. വചനം ശുശ്രൂഷിപ്പാൻ ദൈവദാസനെ ബലപ്പെടുത്തേണ്ടതിന് നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കാം. വചന ശുശ്രൂഷയ്ക്ക് വേണ്ടി പാസ്റ്റർ ജോൺ വർഗീസിനെ ക്ഷണിച്ചുകൊള്ളുന്നു. കർത്താവിന്റെ അതിപരിശുദ്ധ നാമത്തിന് സ്തോത്രം. അവിടെയായി ദൈവസന്നിധിയിലായിരിക്കുകയും കർത്താവിന്റെ സന്നിധിയിൽ ഇടിവിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന എല്ലാ ദൈവമക്കൾക്കും വേഗം വരുവാൻ പോകുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ ധന്യമേറിയ നാമത്തിൽ എന്റെ സ്നേഹവന്ദനം ഈ രാത്രിയിൽ അറിയിക്കുന്നു. ഇന്ന് രാത്രിയിൽ ദൈവസന്നിധിയിൽ ഇരിക്കുന്നത് നമുക്കും ഹല്ലേലൂയ സ്തോത്രം, നാം പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾക്കും നന്മയും അനുഗ്രഹത്തിനും കാരണമായി തീരട്ടെ എന്ന് ഞാൻ പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. അല്പസമയത്തെ വചന ശുശ്രൂഷയ്ക്കായി നിങ്ങളുടെ ശ്രദ്ധയെ വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിലേക്ക് കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുകയാണ്. ബുക്ക് ഓഫ് റെവലേഷൻ ചാപ്റ്റർ 1 വേഴ്സ് 1. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം ഞാനിവിടെ വായിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ വെളിപ്പാട് വേഗത്തിൽ സംഭവിപ്പാനുള്ളത് തന്റെ ദാസന്മാരെ കാണിക്കേണ്ടതിന് ദൈവം അത് അവന് കൊടുത്തു. അവൻ അതേ തന്റെ ദൂതൻ മുഖാന്തരം അയച്ച് തന്റെ ദാസനായ യോഹന്നാനെ പ്രദർശിപ്പിച്ചു. യേശു ക്രിസ്തുവിന്റെ വെളിപ്പാട്. നമുക്ക് പ്രാർത്ഥിക്കാം. കരുണയുള്ള ദൈവമേ, സ്വർഗീയ പിതാവേ, അവിടുത്തെ സന്നിധിയിലേക്ക് ഏഴകളാകുന്ന ഞങ്ങൾ കടന്നു വരുന്നു. രാത്രിയിൽ അവിടുത്തെ പാദപീഠത്തിൽ ഏഴകൾ ഇരിക്കുമ്പോൾ ഞങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ തിരുസന്നിധിയിൽ അറിയിച്ചതൊക്കെയും അവിടുന്ന് കേൾക്കുകയും അതിന് ഉത്തരം നൽകുകയും ചെയ്യുന്നതിനാൽ സ്തോത്രം. ഇപ്പോഴോ നാഥ, അവിടുത്തെ പാദപീഠത്തിൽ ഇരുന്ന് അവിടുത്തെ മാറ്റമില്ലാത്ത വചനം ധ്യാനിക്കുമ്പോൾ അവിടുത്തെ അരുളപ്പാടുകൾ ശ്രവിക്കുവാൻ തക്കവണ്ണം ഞങ്ങളുടെ കാതുകളെ തുറക്കുകയും ഞങ്ങളുടെ ഹൃദയങ്ങളെ ഒരുക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടെയായി ആർത്തിയോടെ അവിടുത്തെ പാദപീഠത്തിലിരുന്ന് തിരുവചനം കേൾക്കുന്ന അവിടുത്തെ ജനത്തിനെ കൊടുക്കുവാൻ തക്കവണ്ണം അവിടുന്ന് എന്നെ ഏൽപ്പിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രിയിൽ എന്റെ അധരത്തെ സമർത്ഥനായ ലേഖകന്റെ എഴുത്തുകോലാക്കുകയും അവിടുത്തെ ബുദ്ധി കൊണ്ട് എന്നെ നിറയ്ക്കുകയും വചന കേൾവിയിലുള്ള വിടുതലെ അനുഗ്രഹം സന്തോഷം ഇതം ഹല്ലേലൂയ ഞങ്ങൾ ഏവരും അനുഭവിച്ചറിയുവാൻ ഇടയാക്കണമേ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. അതിനെതിരായി നിൽക്കുന്ന ദുഷ്ടന്റെ പോരുകളെയും അതിന്റെ ആഴങ്ങളെയും കർത്താവായ യേശു ക്രിസ്തുവിന്റെ ധന്യമേറിയ നാമത്തിൽ ഞങ്ങൾ സ്പർശിച്ചകറ്റുന്നു. പച്ചയായ പുൽപ്പുറങ്ങളിൽ ഞങ്ങളെ കിടത്തിക്കാട്ടെ, സ്വസ്ഥതയുള്ള വെള്ളത്തിന്റെ അരികിലേക്ക് ഞങ്ങളെ നടത്തിക്കാട്ടെ. മഹത്വം അങ്ങേക്ക് യേശു രക്ഷകന്റെ നാമത്തിൽ തന്നെ. ആമേൻ. വളരെയധികം പ്രസംഗങ്ങൾ കേട്ടിട്ടുള്ളതായ ഒരു പുസ്തകമാണ് വെളിപ്പാട് പുസ്തകം. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഈ പുസ്തകത്തിന് ഹല്ലേലൂയ സ്തോത്രം. ഇതിന്റെ ആദ്യ 1-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിന്റെ ആദ്യ ഭാഗം മാത്രമേ അല്പമായിട്ടെങ്കിലും ചിന്തിക്കുവാൻ നമ്മുടെ മുമ്പിൽ സമയം കാണുകയുള്ളൂ. ഞാൻ ഒന്നുകൂടെ അത് വായിക്കാം. യേശു ക്രിസ്തുവിന്റെ വെളിപ്പാട്. ഹല്ലേലൂയ സ്തോത്രം. ഇതാണ് ഇന്ന് രാത്രിയിൽ അല്പമായി ചിന്തിപ്പാൻ തക്കവണ്ണം ക്രിസ്തുയേശുവിൽ ഞാൻ കൊതിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ ഏവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. ഒന്നിച്ച് കർത്താവിന്റെ നാമത്തെ മഹത്വപ്പെടുത്തുവാൻ കർത്താവ് നമുക്ക് കൃപ നൽകുമാറാകട്ടെ. നമുക്ക് ഏവർക്കും അറിയാവുന്ന ഒരു സത്യമാണ്. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിന്റെ 19-ാം വാക്യമാണ് ഈ പുസ്തകത്തിന്റെ താക്കോൽ വാക്യം. നീ കണ്ടതും ഇപ്പോഴുള്ളതും ഇനി സംഭവിപ്പാനിരിക്കുന്നതും. ഹല്ലേലൂയ സ്തോത്രം. 3 കാര്യങ്ങളാണ് വെളിപ്പാട് പുസ്തകത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. നീ കണ്ടത്, വാട്ട് യു ഹാവ് സീൻ. ഹല്ലേലൂയ. ഇപ്പോഴുള്ളത്. ഹല്ലേലൂയ. വാട്ട് ഈസ് അറ്റ് പ്രസന്റ്. ഹല്ലേലൂയ. ഓർ തിങ്സ് യു ഹാവ്, തിങ്സ് വിച്ച് ആർ നൗ. ഹല്ലേലൂയ. ഇനി സംഭവിപ്പാനുള്ളത്. തിങ്സ് ദാറ്റ്
going to happen hereafter. ഈ 3 കാര്യങ്ങളാണ് നമുക്ക് വെളിപ്പാട് പുസ്തകത്തിൽ കാണുവാനായിട്ട് ഉള്ളത്. ഈ 3 കാര്യങ്ങളെ വേറൊരു രീതിയിൽ നമുക്ക് പറയാവുന്നതാണ്. ഹല്ലേലൂയ സ്തോത്രം. കണ്ടത് 1-ാം അധ്യായം, ഹല്ലേലൂയ സ്തോത്രം. ഇപ്പോഴുള്ളത് 2-3 അധ്യായങ്ങളിൽ കാണുന്ന സഭാ ചരിത്രം. 4 മുതൽ 22 വരെയുള്ള അധ്യായങ്ങളാണ് മേലാൽ സംഭവിപ്പാനുള്ളത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ഈ 3 കാര്യങ്ങളെ ഹല്ലേലൂയ സ്തോത്രം വേറൊരു രീതിയിൽ ഹല്ലേലൂയ സ്തോത്രം നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. വാട്ട് യു ഹാവ് സീൻ, ഹല്ലേലൂയ സ്തോത്രം, ഇറ്റ് ഈസ് ഇറ്റ് വാസ് അൺവെയിലിംഗ് ഓഫ് ഹിസ് പേഴ്സൺ. 1-ാം അധ്യായത്തിൽ നാം കാണുന്നത് ഹല്ലേലൂയ ദി അൺവെയിലിംഗ് ഓഫ് ഗാഡ്സ് പേഴ്സൺ. ഹല്ലേലൂയ ക്രിസ്തുവിന്റെ ഹല്ലേലൂയ അൺവെയിലിംഗ് ആണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അഥവാ അവന്റെ മഹത്വത്തിന്റെ അൺവെയിലിംഗ് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. 2-ാം അധ്യായത്തിലും 3-ാം അധ്യായത്തിലും ദി അറ്ററൻസ് ഓഫ് ഹിസ് പർപ്പസ്. ഹല്ലേലൂയ സ്തോത്രം. അവൻ ഹല്ലേലൂയ അവന്റെ അരുളപ്പാടുകൾ, അവന്റെ ആലോചനകളുടെ ഉദ്ദേശം എന്താകുന്നുവെന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഹല്ലേലൂയ 4 മുതൽ ഹല്ലേലൂയ സ്തോത്രം 22 വരെയുള്ള അധ്യായങ്ങളിൽ ഹല്ലേലൂയ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ദി അൺഫോൾഡിംഗ് ഓഫ് ഹിസ് പവർ. ഹല്ലേലൂയ സ്തോത്രം. അഥവാ ക്രിസ്തുയേശുവിന്റെ ഗവൺമെന്റ്, ദ പവർ ഓഫ് ഹിസ് റിഡംഷൻ, അവന്റെ വീണ്ടെടുപ്പിന്റെ ശക്തി. ഹല്ലേലൂയ സ്തോത്രം. സാത്താനെ തോൽപ്പിച്ചതായ പ്രവൃത്തികൾ, ഹല്ലേലൂയ ഭൂമിയുടെ വീണ്ടെടുപ്പ്, മനുഷ്യന്റെ വീണ്ടെടുപ്പ്, ഇസ്രയേലിന്റെ വീണ്ടെടുപ്പ്, ഇവയൊക്കെയാണ് 4 മുതൽ 22 വരെയുള്ള കാര്യങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഹല്ലേലൂയ സ്തോത്രം. ഇവിടെ ഒന്നാമതായി നാം വായിച്ചുവല്ലോ യേശു ക്രിസ്തുവിന്റെ വെളിപ്പാട്. ഹല്ലേലൂയ സ്തോത്രം. വെളിപ്പാട്, ഹല്ലേലൂയ സ്തോത്രം എന്നിവിടെ കൊടുത്തിരിക്കുന്ന ഹല്ലേലൂയ സ്തോത്രം മലയാള പദത്തിന് ഹല്ലേലൂയ റെവലേഷൻ എന്ന് കൊടുത്തിരിക്കുന്നത് ഹല്ലേലൂയ സ്തോത്രം ഇത് ഹല്ലേലൂയ യോഹന്നാന്റെ വെളിപ്പാടല്ലായ എന്ന് പലപ്പോഴും യോഹന്നാന്റെ വെളിപ്പാട് എന്ന് നമുക്ക് പലപ്പോഴും മനുഷ്യർ പറയുന്നത് കാണുവാൻ സാധിക്കും. ഇറ്റ് ഈസ് നോട്ട് റിക്കാർഡഡ് എനിവേയാണ്. ഹല്ലേലൂയ ഇത് യോഹന്നാനെ പറ്റിയുള്ള വെളിപ്പാടല്ല, യോഹന്നാനെ യേശു ക്രിസ്തുവിനെ പറ്റിയുള്ള വെളിപ്പാട് ലഭിച്ചതാണ് എന്ന് നാം മനസ്സിലാക്കിയിരിക്കണം. ജോൺ ഈസ് നത്തിങ് ബട്ട് ദ പെൻമാൻ. ഹല്ലേലൂയ സ്തോത്രം. ഈ പുസ്തകത്തിലെ ഒരു പെൻമാനായിട്ട് മാത്രമേ യോഹന്നാൻ ഇരിക്കുന്നുള്ളൂ എന്ന് നാം അറിഞ്ഞിരിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഇവിടെ ഹല്ലേലൂയ സ്തോത്രം യേശു ക്രിസ്തുവിന്റെ വെളിപ്പാട്, ഹല്ലേലൂയ സ്തോത്രം എന്ന് നാം വായിച്ചല്ലോ. ദൈവത്തിന് സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ വെളിപ്പാട് യേശു ക്രിസ്തുവിന് മാത്രമേ തരുവാൻ സാധിക്കുകയുള്ളൂ. ദൈവത്തിന് സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ വെളിപ്പാട് മറ്റു വേറൊരു വ്യക്തിക്ക് തരുവാനായിട്ട് സാധ്യമല്ല. ഒന്നാമതായി നാം മനസ്സിലാക്കേണ്ടത് യേശു ക്രിസ്തുവിന്റെ വെളിപ്പാട് യോഹന്നാനു ലഭിച്ചത് ക്രിസ്തുയേശുവിൽ കൂടെയാണ് എന്ന് നാം ഇത് വായിക്കുമ്പോൾ മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. നാം ഹല്ലേലൂയ ക്രിസ്തുയേശുവിനെ പറ്റിയുള്ള വെളിപ്പാട് കർത്താവിൽ നിന്നാണ് പ്രാപിച്ചത് എന്ന് ഇന്ന് രാത്രിയിൽ നാം ഓർത്തിരിക്കണം. ദൈവത്തിന് സ്തോത്രം. രണ്ടാമതായി ഹല്ലേലൂയ സ്തോത്രം യേശു ക്രിസ്തുവിന്റെ വെളിപ്പാട്, ഹല്ലേലൂയ സ്തോത്രം മറ്റുള്ളവരെ അറിയിക്കേണ്ടതിനു വേണ്ടി ദൈവം നമ്മളെയാണ് വിനിയോഗിച്ചിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. God is using each and every one of us, hallelujah, to reveal Christ to the other people. hallelujah. മറ്റുള്ളവരോട് കർത്താവിനെ പറ്റി വെളിപ്പെടുത്തുവാൻ തക്കവണ്ണം കർത്താവ് നമ്മെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. യേശുക്രിസ്തുവിന്റെ വെളിപ്പാട് നമ്മളിൽ കൂടെ വേറൊരു വ്യക്തി അറിയണമെങ്കിൽ എങ്ങനെയാണ് അറിയുവാൻ സാധിക്കുന്നത്? യേശുക്രിസ്തുവിന്റെ വെളിപ്പാടിൽ നമ്മുടെ ഇമാജിനേഷൻസ് ചേർക്കുവാൻ ഒക്കത്തില്ല. നമ്മുടെ ചിന്തകൾ, നമ്മുടെ അഭിപ്രായങ്ങൾ, നമ്മുടെ വികാരങ്ങൾ ഇവയൊന്നും ക്രിസ്തുയേശുവിന്റെ വെളിപ്പാടിൽ നമുക്ക് ആഡ് ചെയ്യുവാനായിട്ട് ഒക്കുകയില്ല. ക്രിസ്തുയേശുവിന്റെ വെളിപ്പാട് എങ്ങനെ കർത്താവിൽ നിന്ന് നാം പ്രാപിച്ചുവോ അതുപോലെ മറ്റൊരു വ്യക്തിക്ക് കൊടുത്തെങ്കിൽ മാത്രമേ ക്രിസ്തുയേശുവിന്റെ വെളിപ്പാടിൽ കൂടെ വേറൊരു വ്യക്തിക്ക് കർത്താവിനെ കാണുവാൻ സാധ്യമാകുകയുള്ളൂ. ക്രിസ്തുയേശുവിന്റെ വെളിപ്പാട് മറ്റുള്ളവർക്ക് നാം വെളിപ്പെടുത്തി കൊടുക്കുമ്പോൾ നമ്മുടെ ധനമല്ല അവർ കാണേണ്ടത്, നമ്മുടെ മാനമല്ല അവർ കാണേണ്ടത്, പ്രത്യുത നമ്മളിലുള്ള കർത്താവിനെയാണ്
അവർ കാണേണ്ടത്. ക്രിസ്തുവേശുവിന്റെ വെളിപ്പാട് കർത്താവ് ഒരു വ്യക്തിയിൽ നിറഞ്ഞിരിക്കുന്നെങ്കിൽ മാത്രമേ ആ വ്യക്തിക്ക് വേറൊരു വ്യക്തിക്ക് വെളിപ്പെടുത്തി കൊടുക്കുവാൻ സാധ്യമാകുകയുള്ളൂ. ക്രിസ്തുവേശുവിന്റെ വെളിപ്പാട് വെളിപ്പെടുത്തി കൊടുക്കുവാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം നമ്മെ അംബാസിഡേഴ്സായി, നമ്മെ സ്ഥാനാപതികളായി, ലോകത്തിന്റെ വെളിച്ചമായി വിളിച്ച് വേർതിരിച്ചിരിക്കുന്നതിനാൽ കർത്താവായ യേശു ക്രിസ്തു നമ്മളിൽ നിറഞ്ഞ് വാഴേണ്ടതാണ്. ക്രിസ്തുവേശു നമ്മളിൽ നിറഞ്ഞ് വാഴുമ്പോഴാണ് ഈ ക്രിസ്തുവേശുവിനെ പറ്റി വലിയ ഒരു വെളിപ്പാട് നമ്മിൽ നിറഞ്ഞു നിൽക്കുന്ന കർത്താവിനെ ഉയർത്തി കാണിപ്പാൻ ക്രിസ്തുവേശു ഹല്ലേലൂയ നമ്മളിൽ രക്ഷകനായി നിറഞ്ഞു നിൽക്കുന്നത് ഹല്ലേലൂയ ക്രിസ്തുവിന്റെ രക്ഷാ പ്രവർത്തനത്തെ വെളിപ്പെടുത്തി കാണുവാൻ ഹല്ലേലൂയ കാണിക്കുവാൻ നമ്മെ സഹായിക്കുന്നു. ക്രിസ്തു നമ്മളിൽ സൗഖ്യദായകനായി നിറഞ്ഞു നിൽക്കുന്നത് യേശു ക്രിസ്തുവിൽ കൂടെയുള്ളതായ സൗഖ്യം മറ്റുള്ളവർക്ക് വെളിപ്പെടുത്തി കൊടുക്കുവാൻ നമുക്ക് സാധിക്കുന്നു. ക്രിസ്തുവേശുവിനുള്ളതായ ചഞ്ചലമില്ലാത്തതായ വിശ്വാസം മറ്റുള്ളവരെ ഈ ഉറപ്പുള്ള വിശ്വാസത്തിലേക്ക് കൊണ്ടുവരുവാൻ നമ്മെ സഹായിക്കുന്നു. ക്രിസ്തുവേശുവിനുള്ള പ്രത്യാശ, നിറഞ്ഞു നിൽക്കുന്ന പ്രത്യാശ മറ്റുള്ളവരെ ഈ പ്രത്യാശയിലേക്ക് കൊണ്ടുവരുവാൻ തക്കവണ്ണം സഹായിക്കുന്നു. ഇന്ന് ലോകത്തിൽ അവിടെയും ഇവിടെയും കാണുന്നതായ ഒരു വെളിപ്പാടല്ല ഹല്ലേലൂയ സ്തോത്രം ക്രിസ്തുവേശുവിനെ പറ്റിയുള്ള വെളിപ്പാട് മറ്റുള്ളവർക്ക് ഈ ലോകത്തിന് നാം കാണിക്കേണ്ടത്. കർത്താവ് നമ്മളിൽ നിറഞ്ഞു നിന്ന് കർത്താവിൽ നിന്ന് ഒരു നിറവ് പ്രാപിച്ച് ഹല്ലേലൂയ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് പോലെ വീണ്ടും ഹല്ലേലൂയ ഞാൻ പ്രസവവേദനപ്പെടുന്ന എന്റെ പ്രിയ കുഞ്ഞുങ്ങളെ എന്ന് ഗലാത്യ ലേഖനത്തിൽ പറയുന്നത് പോലെ നമ്മളിൽ നിറഞ്ഞു നിൽക്കുന്ന ക്രിസ്തുവിനെ ഹല്ലേലൂയ സ്തോത്രം നൊമ്പരത്തോടുകൂടെ കണ്ണുനീരോടുകൂടെ ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ കണ്ണുനീരോടുകൂടെ വിതയ്ക്കുന്നവൻ ആർപ്പോടെ കൊയ്യുന്നു എന്ന് ദൈവവചനത്തിൽ നാം കാണുന്നു. കണ്ണുനീരോടുകൂടെ വിറയലോടുകൂടെ പ്രാർത്ഥനയോടുകൂടെ ഭക്തിയോടുകൂടെ നൊന്ത് പ്രസവിക്കുമ്പോഴാണ് നമുക്ക് ആത്മാക്കളെ ലഭിക്കുന്നത്. ഹല്ലേലൂയ സ്തോത്രം. ഈ ഒരു വലിയ വെളിപ്പാട്, ഈ ഒരു വലിയ ഉദ്യമം ക്രിസ്തുയേശുവിൽ നാം ഏറ്റെടുക്കുക എന്ന് പറയുന്നത് നിസാരമല്ല. ദൈവത്തിന് സ്തോത്രം. യഥാർത്ഥമായ ഒരു ഭക്തന് മാത്രമേ ഈ അനുഭവത്തിലേക്ക് കടന്നു വരുവാൻ ഇടയായി തീരുകയുള്ളൂ. ഈ തികഞ്ഞ ഭക്തിയിലേക്ക് ഹല്ലേലൂയ നിർവാജ്യ വിശ്വാസത്തിലേക്ക് കർത്താവ് എന്നെയും ഹല്ലേലൂയ ഈ വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെയും അടുപ്പിക്കട്ടെ എന്ന് ഞാൻ പ്രത്യേകമായി പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഇതാണ് ക്രിസ്തുയേശുവിന്റെ വെളിപ്പാടോടുള്ള ബന്ധത്തിൽ ആദ്യമായി എനിക്ക് നിങ്ങളോട് പറയുവാനായിട്ടുള്ളത്. ദൈവത്തിന് സ്തോത്രം. ദിസ് ബുക്ക് ഈസ് ഓൾ അബൌട്ട് ക്രൈസ്റ്റ്. ക്രിസ്തുയേശുവിനെ പറ്റി ഉള്ളതാണ് ഈ പുസ്തകം ഹല്ലേലൂയ മുഴുവനും. ഹല്ലേലൂയ. ക്രിസ്തുയേശുവിനെ പറ്റിയുള്ള ഒരു വലിയ വെളിപ്പാട് യോഹന്നാന് ലഭിക്കുന്നതാണ്. അത് സഭയ്ക്ക് ലഭിക്കുന്നതാണ്. നമുക്ക് ഈ പുസ്തകത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നത്. നാം ദൈവവചനം നോക്കുന്നതായ ആ സന്ദർഭത്തിൽ ഹല്ലേലൂയ സ്തോത്രം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ ഹല്ലേലൂയ വെരി യുണീക്ക്ലി portrayed in different chapters of the Holy Bible. ദൈവവചനത്തിലെ വിവിധ അധ്യായങ്ങളിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ വളരെ മനോഹരമായി ചിത്രീകരിച്ചിരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഉദാഹരണമായി പറഞ്ഞാൽ ഇശയ്യാ പ്രവചനം 5-ാം അധ്യായത്തിൽ ഹിസ് സഫറിങ്സ് ഹല്ലേലൂയ സ്തോത്രം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി കാൽവറിയിൽ പങ്കപ്പാടുകൾ പെട്ട് ഹല്ലേലൂയ സ്തോത്രം അറുക്കുവാൻ പോകുന്ന കുഞ്ഞാടിനെ പോലെ രോമം കത്തിരിക്കുന്നവരുടെ മുമ്പാകെ മിണ്ടാതെ ഇരുന്ന ആടിനെ പോലെ പുറമുഴവുചാലുകളാൽ കീറപ്പെട്ടവനായി 3 ആണിമേൽ തകർക്കപ്പെട്ട കർത്താവായ യേശു ക്രിസ്തുവിന്റെ കഷ്ടാനുഭവത്തെയാണ് ഇശയ്യാ പ്രവചനം 53-ാം അധ്യായം നന്നായി വെളിപ്പെടുത്തുന്നത്. മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായം, മർക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം, ലൂക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം, ഇവിടെയൊക്കെയും യേശു ക്രിസ്തുവിന്റെ ഹിസ് സ്പ്ലെൻഡർ, അവന്റെ മഹിമ, അവന്റെ മഹത്വം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പത്രോസിനോടും യോഹന്നാനോടും യാക്കോബിനോടും കൂടെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മറുരൂപ മലയിലേക്ക് പോയിട്ട് സൂര്യനെ വെല്ലുന്ന സ്വർഗീയമായ പ്രഭയാൽ തേജോമയനായ ഹല്ലേലൂയ ക്രിസ്തുവിനെ
കാണുന്നതായ സ്പ്ലെൻഡർ, ദ സ്പ്ലെൻഡർ ഓഫ് ഹിസ് ഗ്ലോറി. ഹല്ലേലൂയ, സ്തോത്രം. അതാണ് ഈ അധ്യായങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായത്തിലേക്ക് നാം നോക്കുമ്പോൾ വി ക്യാൻ സീ ഹിസ് സബ്മിഷൻ, അവന്റെ സമർപ്പണമാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ദ കെനോട്ടിക് തിയറി, ഹല്ലേലൂയ, എല്ലാം ഒഴിഞ്ഞ് മാറ്റിയിട്ട് ഹല്ലേലൂയ പിതാവിനോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ തന്നെത്താൻ താഴ്ത്തി മനുഷ്യനോ മരണത്തോളം, ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായ കർത്താവായ യേശു ക്രിസ്തുവിന്റെ സമർപ്പണമാണ്, സബ്മിഷനാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. കൊലോസ്യ ലേഖനം 1-ാം അധ്യായത്തിലേക്ക് നാം പോകുമ്പോൾ വി സീ ഹിസ് സോവറിറ്റി, ഹല്ലേലൂയ, സർവാധികാരമുള്ള കർത്താവിനെയാണ് കൊലോസ്യ ലേഖനം 1-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ക്രിസ്തുയേശുവിന്റെ ദൈവത്വത്തെ വളരെ ശക്തമാവണ്ണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കൊലോസ്യ ലേഖനം 1-ാം അധ്യായത്തിൽ അപ്പോസ്തലനായ പൗലോസിൽ കൂടെ വെളിപ്പെടുത്തുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഹല്ലേലൂയ, സ്തോത്രം. എന്നാൽ എബ്രായ ലേഖനത്തിലേക്ക് നാം കടന്നു വരുന്നതായ സന്ദർഭത്തിൽ ദൈവത്തിന് സ്തോത്രം, വി സീ ഹിസ് സുപ്പീരിയോറിറ്റി, ഹല്ലേലൂയ, സ്തോത്രം, എല്ലാത്തിലും മുകളിൽ, ഹല്ലേലൂയ, സ്തോത്രം, അവന്റെ ഔന്നത്യം, അവന്റെ ഉന്നതി ആണ്, ഹല്ലേലൂയ, സ്തോത്രം. മോശയിൽ വലിയവൻ, ഹല്ലേലൂയ, അഹരോനിൽ വലിയവൻ, ദൂതന്മാരെക്കാൾ വലിയവൻ, ന്യായപ്രമാണത്തെക്കാൾ വലിയവൻ, ഹല്ലേലൂയ, സ്തോത്രം. ഇങ്ങനെ ക്രിസ്തുയേശുവിന്റെ ഔന്നത്യം, ക്രിസ്തുയേശുവിന്റെ ശ്രേഷ്ഠതയാണ് എബ്രായ ലേഖനം 1-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഹല്ലേലൂയ, ബട്ട് none of these chapters, hallelujah, surpasses the book of Revelation chapter 1. hallelujah, വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിൽ, ഹല്ലേലൂയ, ക്രിസ്തുയേശുവിന്റെ അൺവെയിലിങ്ങിനെ, ഹല്ലേലൂയ, സ്തോത്രം, അവന്റെ പേഴ്സണെ വെളിപ്പെടുത്തി കാണിച്ചിരിക്കുന്നത് ഈ ഞാൻ പറഞ്ഞിട്ടുള്ളതായ ഇപ്പോൾ പറഞ്ഞതായ ചില അധ്യായങ്ങൾ ഒന്നും സർപ്പാസ് ചെയ്യുന്നില്ല എന്നുള്ളത് നാം അറിഞ്ഞിരിക്കണം. അത്ര മനോഹരമായ രീതിയിലുള്ളതായ ഒരു വെളിപ്പാടാണ് യോഹന്നാന് ലഭിച്ചത് എന്ന് നമുക്ക് ഇവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. വെളിപ്പാട്, ഹല്ലേലൂയ, സ്തോത്രം, എന്ന ഗ്രീക്ക് വാക്ക് അപ്പോകലിപ്സിസ് എന്ന ഗ്രീക്ക് വാക്കിൽ നിന്നാണ് വെളിപ്പാട് അഥവാ റെവലേഷൻ എന്ന പദം കിട്ടിയിരിക്കുന്നത്. ഹല്ലേലൂയ, വെളിപ്പാട് എന്ന വാക്കിന്റെ അർത്ഥം അൺവെയിലിംഗ്, മാനിഫെസ്റ്റേഷൻ, അൺഅപ്പിയറിംഗ്, എ കമ്മിങ് എന്നൊക്കെയുള്ള അർത്ഥങ്ങളാണ് അപ്പോകലിപ്സിസ് എന്ന ഗ്രീക്ക് വാക്കിന്റെ അർത്ഥം. അപ്പോകലിപ്സിസ് എന്ന ഗ്രീക്ക് വാക്ക്, ഹല്ലേലൂയ, സ്തോത്രം, 2 ഗ്രീക്ക് വാക്കുകളുടെ സമ്മിശ്രിതമാണ്. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോ കലൂമ എന്നീ 2 വാക്കുകൾ ഒന്നിച്ച് ചേർന്നപ്പോഴാണ് അപ്പോകലിപ്സിസ്, വെളിപ്പാട് എന്ന്, ഹല്ലേലൂയ, നാം വായിക്കുന്നതായ ആ വാക്കിന്റെ ഗ്രീക്ക്, ഈ 2 വാക്കുകൾ ചേർന്നുണ്ടായതാണ്. അപ്പോ എന്ന വാക്കിന്റെ അർത്ഥം എവേ, ഹല്ലേലൂയ, സ്തോത്രം. കലൂമ എന്ന വാക്കിന്റെ അർത്ഥം വെയിൽ, ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ, ഒന്നിച്ച് പറയുമ്പോൾ, ഹല്ലേലൂയ, മറ അഥവാ വെയിലിനെ എവയാക്കുക, മാറ്റി കാണിക്കുക, മറ മാറ്റി കാണിക്കുക എന്നാണ് അതിന്റെ അർത്ഥം. ഹല്ലേലൂയ, സ്തോത്രം. അതാണ് യേശു ക്രിസ്തുവിന്റെ വെളിപ്പാട്. ഹല്ലേലൂയ, സ്തോത്രം. എന്താണ്, ഹല്ലേലൂയ, സ്തോത്രം, യോഹന്നാനെ, ഹല്ലേലൂയ, എങ്ങനെയാണ് യോഹന്നാനെ മറമാറ്റി കണ്ടത് ലഭിപ്പാനിടയായത്? അതൊരു വിഷയം നാം ചിന്തിക്കേണ്ടതാണ്. രണ്ടാമതായി, എങ്ങനെയുള്ള ഒരു മറമാറ്റി കാണിക്കലാണ് ഈ 1-ാം അധ്യായത്തിൽ യോഹന്നാനെ ലഭ്യമായത്? ഇവയൊക്കെയും ചിന്തിക്കുമ്പോൾ സമയങ്ങൾ ഒത്തിരി എടുക്കുന്നതാണ്. ഹല്ലേലൂയ, എത്രയധികം ചിന്തിക്കുവാൻ സാധിക്കുമെന്നുള്ളത് ഇന്ന് രാത്രി എനിക്കറിയത്തില്ല. ഉള്ള സമയത്തിനുള്ളിൽ ചില കാര്യങ്ങൾ ചിന്തിച്ച് നമുക്ക് മുമ്പോട്ട് പോകുവാനായിട്ട് സ്വർഗത്തിലെ ദൈവം ഇടയാക്കുമാറാകട്ടെ. ദൈവത്തിന് സ്തോത്രം. പുതിയ നിയമത്തിൽ 6 ഇടങ്ങളിലാണ് അപ്പോകലിപ്സിസ് എന്ന പദം ഉപയോഗിച്ചിരിക്കുന്നത്. ഈ വെളിപ്പാട് പുസ്തകത്തിൽ കൂടാതെ വേറെ 6 സ്ഥലങ്ങളിൽ അപ്പോകലിപ്സിസ് എന്ന പദം ഗ്രീക്കിൽ ഉപയോഗിച്ചിരിക്കുന്നത് സാധിക്കും. പ്രൈസ് ദി ലോർഡ്. Can you hear me? ഹലോ, കേൾക്കാം പാസ്റ്ററെ. ഓക്കെ, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, സ്തോത്രം. ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം
30 മുതൽ 32 വരെയുള്ള വേദഭാഗങ്ങൾ വായിക്കുന്നതായ സന്ദർഭത്തിൽ ആദ്യമായിട്ട് ഹല്ലേലൂയ സ്തോത്രം 4 സുവിശേഷങ്ങളിലും ഒറ്റ ഇടത്തു മാത്രമേ ഹല്ലേലൂയ അപ്പോക്കലിപ്സ് എന്ന പദം നമുക്ക് കാണുവാനായിട്ട് സാധിക്കത്തുള്ളൂ. അത് ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായത്തിലാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. 2-ാം അധ്യായത്തിന്റെ 30 മുതൽ 32 വരെയുള്ള വേദഭാഗങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ദൈവത്തിന് സ്തോത്രം. 30-ാം വാക്യത്തിലാണ് മലയാളത്തിൽ നാം കാണുന്നത്. എന്നാൽ 32-ാം വാക്യത്തിലാണ് ഇംഗ്ലീഷിൽ നാം കാണുന്നത്. 32-ാം വാക്യത്തിൽ എ ലൈറ്റ് ടു ലൈറ്റൻ ദ ജെന്റൈൽസ് and the glory of thy people of Israel. ഹല്ലേലൂയ സ്തോത്രം. അത് 32-ാം വാക്യത്തിലാണ് കാണുന്നത്. എന്നാൽ മലയാളത്തിൽ ആ 32-ാം വാക്യം 30-ാം വാക്യത്തിലാണ് കാണുവാനായിട്ട് സാധിക്കുന്നത്. ജാതികൾക്ക് വെളിപ്പെടുവാനുള്ള പ്രകാശവും നിന്റെ ജനമായ ഇസ്രായേലിന്റെ മഹത്വവുമായി. 2 കാര്യങ്ങളാണ് നമുക്ക് ഇവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. ക്രിസ്തുയേശുവും ഹല്ലേലൂയ സ്തോത്രം. ഇവിടെ എന്താണ് ഹല്ലേലൂയ ദൈവത്തിന്റെ പരിശുദ്ധ ആത്മാവെ ലൂക്കോസിൽ കൂടെ ഹല്ലേലൂയ സ്തോത്രം നമ്മെ അൺവെയിൽ ചെയ്ത് പഠിപ്പിക്കുന്നത്? ഹല്ലേലൂയ അൺവെയിൽ എന്ന് ഹല്ലേലൂയ സ്തോത്രം അപ്പോക്കലിപ്സ് എന്ന ഗ്രീക്ക് പദത്തിനെ ഇവിടെ നാം ഇംഗ്ലീഷിൽ കാണുന്നത് ലൈറ്റൻ അഥവാ പ്രകാശമായി ഹല്ലേലൂയ എന്നുള്ളതാണ് ആ പദപ്രയോഗം കാണുവാനായിട്ട് സാധിക്കുന്നത്. അത് 30-ാം വാക്യത്തിൽ ജാതികൾക്ക് വെളിപ്പെടുവാനുള്ള പ്രകാശം. ഹല്ലേലൂയ സ്തോത്രം. അങ്ങനെയായിട്ടാണ് ഹല്ലേലൂയ ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായത്തിന്റെ 30-ാം വാക്യത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഇറ്റ് ഈസ് ദ എക്സാക്ട് വേർഡ് ദാറ്റ് വി സീ ഇൻ ദ റെവലേഷൻ ചാപ്റ്റർ 1 വേഴ്സ് 1. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ കാണുന്ന വെളിപ്പാട് അൺവെയിലിംഗ് തന്നെയാണ്. അതേ പദപ്രയോഗം തന്നെയാണ് ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായത്തിന്റെ 30-ാം വാക്യത്തിൽ നാം കാണുന്നത്. ഹല്ലേലൂയ സ്തോത്രം. ജാതികളുടെ പ്രകാശമായിട്ടുള്ളതായ ക്രിസ്തുയേശുവിന്റെ വെളിപ്പാട്. ഇവിടെ ദൈവത്തിന്റെ പരിശുദ്ധ ആത്മാവ് ദ പർപ്പസ് ഓഫ് ഹിസ് ഇൻകാർണേഷൻ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ജഡാവതാരത്തിന്റെ ഉദ്ദേശമാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. ശരിയായി ഈ വാക്യം നാം മനസ്സിലാക്കണമെങ്കിൽ ഇശയ്യാ പ്രവചനം 25-ാം അധ്യായത്തിന്റെ 6 മുതൽ 8 വരെയുള്ള വേദവാക്യങ്ങൾ വായിച്ചാലേ മനസ്സിലാകുകയുള്ളൂ. നിങ്ങൾ ഇത് റെഫറൻസ് ആവശ്യമുണ്ടെങ്കിൽ എഴുതിയെടുക്കാവുന്നതാണ്. ദൈവത്തിന് സ്തോത്രം. വിശേഷാൽ ഹല്ലേലൂയ സ്തോത്രം അവിടെ ഹല്ലേലൂയ സ്തോത്രം ജാതികളിലുള്ള മൂടുപടം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മഹത്വത്തിന്റെ പ്രത്യക്ഷതയിൽ മാറിപ്പോകുകയും സകല ജാതികളും ദൈവത്തെ സേവിപ്പാൻ തക്കവണ്ണം ദൈവത്തിന്റെ വിശുദ്ധ പർവ്വതമായ യെരുശലേമിലേക്ക് സഹസ്രാബ്ദ വാഴ്ചയിൽ കടന്നു വരികയും ചെയ്യുന്ന കാര്യമാണ് ഈ വേദവാക്യങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഇവിടെ ഒരു പദപ്രയോഗം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇശയ്യാ പ്രവചനം 25-ാം അധ്യായത്തിന്റെ 7-ാം വാക്യത്തിൽ ജാതികളുടെ മേൽ ഉള്ള മൂടുപടം, the veil that was upon the Gentiles. ഹല്ലേലൂയ സ്തോത്രം. ഈ വെയിലാണ് ഹല്ലേലൂയ സ്തോത്രം ലൂക്കോസിന്റെ സുവിശേഷം. ഹല്ലേലൂയ സ്തോത്രം. ഒരു ജാതിയായിരുന്ന ലൂക്കോസ് ഹല്ലേലൂയ സ്തോത്രം പുതിയ നിയമത്തിൽ ഹല്ലേലൂയ ജാതികളാൽ എഴുതപ്പെട്ട ഒരു പുസ്തകമാണ്. ഹല്ലേലൂയ ലൂക്ക് വാസ് നോട്ട് എ ഹീബ്രു പേഴ്സൺ, ഒരു എബ്രായൻ അല്ലായിരുന്നു ലൂക്കോസ്. ഹല്ലേലൂയ സ്തോത്രം. വൈദ്യനായ ലൂക്കോസ് ഹല്ലേലൂയ ഒരു ജാതിയായിരുന്നു എന്ന് കൊലോസ്യ ലേഖനത്തിൽ വളരെ വ്യക്തമായി നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഹല്ലേലൂയ സ്തോത്രം. യേശുക്രിസ്തു ലോകത്തിന്റെ രക്ഷിതാവായി വെളിപ്പെടുത്തുന്നതായ ലൂക്കോസ് ഇതേ പദപ്രയോഗം എടുത്തുകൊണ്ട് ജാതികളുടെ മൂടുപടത്തെ ദൈവമായ കർത്താവ് തന്റെ ഓമന പുത്രന്റെ മഹത്വ പ്രത്യക്ഷതയിൽ ജാതികളുടെ ലൈറ്റായി വെളിപ്പെട്ടിട്ട് ആ മൂടുപടത്തെ മാറ്റുന്നു എന്നുള്ളതാണ് ഹല്ലേലൂയ സ്തോത്രം
ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായത്തിന്റെ 30-ാം വാക്യം മുതൽ 32-ാം വാക്യം വരെയുള്ളതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. Unless and until you understand Isaiah chapter 25 verse 7, it is very tough to understand Gospel of Luke chapter 2 verse 30. ഹല്ലേലൂയ, സ്തോത്രം. ഇത് രണ്ടും കൂടെ നാം ഒന്നിച്ച് പഠിച്ചെങ്കിൽ മാത്രമേ നമുക്കിത് ഗ്രഹിക്കുവാനായിട്ട് സാധിക്കത്തുള്ളൂ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ഹല്ലേലൂയ മഹത്വ പ്രത്യക്ഷതയിൽ ഹല്ലേലൂയ, സ്തോത്രം, യേശുക്രിസ്തുവിനെ പറ്റി പഠിക്കുമ്പോഴൊക്കെയും രണ്ട് കാര്യങ്ങൾ വളരെ വ്യക്തമായി നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായത്തിന്റെ 30-ാം വാക്യത്തിലും ഈ രണ്ട് കാര്യങ്ങൾ കാണുവാൻ സാധിക്കുന്നു. ഒന്ന്, ജാതികൾക്ക് വെളിപ്പെടുവാനുള്ള പ്രകാശമാണ് ക്രിസ്തു. 2, ഇസ്രായേലിന്റെ മഹത്വമാണ് ക്രിസ്തു. ഈ രണ്ട് കാര്യങ്ങളാണ് ഹല്ലേലൂയ യേശു ക്രിസ്തുവിനെ പറ്റി നമുക്ക് പ്രധാനമായി സുവിശേഷങ്ങളിൽ കൂടെ ഹല്ലേലൂയ ലേഖനങ്ങളിൽ കൂടെ പഴയ നിയമ പ്രവചനങ്ങളിൽ കൂടെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. ജാതികളുടെ പ്രകാശമായ ക്രിസ്തു ഹല്ലേലൂയ ഈ ലോകത്തിൽ ജനിച്ചപ്പോൾ ഹല്ലേലൂയ, സ്തോത്രം, ദാവീദിന്റെ നക്ഷത്രമായവൻ ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, ജാതികൾക്ക് വേണ്ടി അവൻ നക്ഷത്രമായി മാറി എന്ന് നമുക്ക് സുവിശേഷങ്ങളിൽ കാണുവാനായിട്ട് സാധിക്കും. മത്തായിയുടെ സുവിശേഷത്തിൽ ജാതികൾക്ക് വേണ്ടിയാണ് അടയാളം നക്ഷത്രത്തെ, ക്രിസ്തുയേശുവിന്റെ ജനനത്തിൽ നക്ഷത്ര അടയാളം കൊടുത്തത് ജാതികൾക്കാണ്. കിഴക്ക് നിന്ന് വരുന്ന വിദ്വാൻമാർക്ക് ഹല്ലേലൂയ, സ്തോത്രം, അടയാളമായി ഹല്ലേലൂയ, സ്തോത്രം, അവർ ബേത്ലഹേമിൽ കടന്നു വന്ന് മശിഹായെ കാണേണ്ടതിന് ലോകത്തിന്റെ വെളിച്ചമാകുന്ന ദ ലൈറ്റ് ഓഫ് ദ വേൾഡ്, ലോകത്തിന്റെ വെളിച്ചമാകുന്ന ആ ക്രിസ്തുവിനെ അന്ധകാരത്തിൽ കിടക്കുന്ന ജനം കാണേണ്ടതിന് സ്വർഗത്തിലെ ദൈവം അവർക്ക് അടയാളമായി കൊടുത്തത് നക്ഷത്രത്തെയാണ്. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. എന്നാൽ യഹൂദന്മാർക്ക് അടയാളമായി കൊടുത്തത് സ്വർഗത്തിലെ ദൂതന്മാർ ഹല്ലേലൂയ, സ്തോത്രം, ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന ഇടയന്മാർക്ക് പ്രത്യക്ഷനായി സർവ്വലോകത്തിലും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷം ഞാൻ നിങ്ങളെ അറിയിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ബേത്ലഹേമിൽ ഹല്ലേലൂയ ലോകരക്ഷിതാവ് ജനിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ആ അടയാളമാണ് കൊടുത്തത് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ക്രിസ്തുയേശുവിനോടുള്ള ബന്ധത്തിൽ ഈ രണ്ട് കാര്യങ്ങളും ചട്ടം ചട്ടമായി നമുക്ക് പഠിക്കുവാനായിട്ട് സാധിക്കും. ഇറ്റ്സ് എ വെരി ഇൻട്രസ്റ്റിംഗ് സബ്ജക്ട്. അല്ലെങ്കിൽ വളരെ സന്തോഷം അല്ലെങ്കിൽ ഒരു വേദ വിദ്യാർത്ഥിക്ക് ആനന്ദം പകരുന്ന ഒരു സബ്ജക്റ്റാണ്. നാം ഇരുന്നേ അത് ദൈവവചനത്തിൽ കൂടെ എങ്ങനെയാണ് ജാതികളുടെ വെളിച്ചമായി, എങ്ങനെയാണ് ഇസ്രായേലിന്റെ മഹത്വമായി, കർത്താവിന്റെ ശുശ്രൂഷയിൽ, കർത്താവിന്റെ ജനനത്തിങ്കൽ, കർത്താവിന്റെ മരണത്തിങ്കൽ, കർത്താവിന്റെ മഹത്വ പ്രത്യക്ഷതയിൽ ഒക്കെയും പ്രത്യക്ഷമായത് വെളിപ്പെട്ടത് എന്ന് നാം തിയോളജിക്കലായിട്ട് ദൈവശാസ്ത്രപരമായി പഠിക്കുമ്പോൾ നമ്മുടെ അകത്തെ മനുഷ്യനെ വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. ഇനി എന്റെ മുമ്പിൽ ഹല്ലേലൂയ, സ്തോത്രം, അടുത്ത 5 വാക്യങ്ങൾ പറയുവാനായിട്ട് സമയം പോരാ. ഹല്ലേലൂയ, സ്തോത്രം. പുതിയ നിയമത്തിൽ ബാക്കി 5 ഒറ്റ ഒരു കാര്യം മാത്രമേ നാം ഇപ്പോൾ ചിന്തിച്ചുള്ളൂ. ദൈവം അനുവദിക്കുന്ന പക്ഷം ഇനിയും വേറെ ദിവസങ്ങളിൽ, മേ ബി അടുത്ത മാസം, ഹല്ലേലൂയ, സ്തോത്രം, തുടർമാനമായി അടുത്ത വാക്യങ്ങളിലേക്ക് നമുക്ക് പോയി ചിന്തിക്കാം. ബാക്കി 5 വാക്യങ്ങൾ കൂടെ ഞാൻ ചിന്തിക്കുകയാണെങ്കിൽ ഇറ്റ് ടേക്ക് മച്ച് മോർ ടൈം. ഹല്ലേലൂയ, സ്തോത്രം. ഒരു കാര്യം, ഹല്ലേലൂയ, സ്തോത്രം, ദൈവത്തിന്റെ ഓമനപുത്രന്റെ വെളിപ്പാട്, ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. ഇത് നിസ്സാരമായിട്ടല്ല യോഹന്നാന് കിട്ടിയത്. കർത്തൃ ദിവസത്തിൽ അവൻ ആത്മവിവശതയിലായപ്പോഴാണ് ഈ വെളിപ്പാട് പ്രാപിപ്പാൻ തക്കവണ്ണം ഇടയായി തീർന്നത്. എങ്ങനെയാണ് ക്രിസ്തുയേശുവിനെ പറ്റിയുള്ളതായ ഒരു പൂർണ്ണ വെളിപ്പാട് എനിക്ക് ലഭിക്കുന്നത് എന്ന് പലപ്പോഴും നാം ചിന്തിക്കാറുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. നാം 1 കോടി പുസ്തകം വാങ്ങിയാലും, ഹല്ലേലൂയ, 1000 രീതിയിൽ നമ്മുടെ തലച്ചോറ് വർദ്ധിപ്പിച്ചാലും ക്രിസ്തുയേശുവിനെ പറ്റിയുള്ള തേജസ്സിന്റെ വെളിപ്പാട്, ക്രിസ്തുയേശുവിനെ പറ്റിയുള്ള പല അറിവുകൾ നമുക്ക്
വായിച്ച് ഗ്രഹിക്കുവാൻ സാധിക്കും. എന്നാൽ ക്രിസ്തുയേശുവിനെ പറ്റിയുള്ള ആ തേജസ്സിന്റെ വെളിപ്പാട് നമ്മുടെ അകത്തെ മനുഷ്യനെ കോരി തരിപ്പിച്ചുകൊണ്ട് നമ്മുടെ ഹൃദയത്തിന്റെ ഓരോ അവസ്ഥയിലേക്കും ഇറങ്ങിച്ചെന്ന് നമ്മുടെ ബുദ്ധിമണ്ഡലങ്ങളിലേക്ക്, നമ്മുടെ ശരീരത്തിന്റെ ഓരോ കോറുകളിലേക്ക്, ഓരോ അവസ്ഥകളിലേക്ക് ഇറങ്ങിച്ചെന്ന് ക്രിസ്തുയേശുവിന്റെ പൂർണ്ണമായ വെളിപ്പാട് ഒരു വ്യക്തിക്ക് ലഭിക്കണമെങ്കിൽ അവൻ ആത്മാ വിവശതയിലാകണം. ആ വിഷയം വേറൊരു ദിവസം നമുക്ക് സംസാരിക്കാം. ദൈവത്തിന്റെ സ്തോത്രം. ഈ ഭാഗത്തേക്ക് ഞാൻ വീണ്ടും നിങ്ങളെ കൊണ്ടുവരുമാറാകട്ടെ. ലോകത്തിന്റെ വെളിച്ചമായി ക്രിസ്തുവിന്റെ വെളിപ്പാട് ജാതികൾക്ക് വേണ്ടി, ഇസ്രായേൽ പൗരതയോടെ ബന്ധമില്ലാത്ത എനിക്കും നിനക്കും വേണ്ടി, ഹല്ലേലൂയ, മരണത്തിന്റെ അധികാരിയായ പിശാചിൽ നിന്ന് ലോകത്തിന്റെ വെളിച്ചമായി, ജാതികളുടെ വെളിച്ചമായി കർത്താവ് പ്രകാശിച്ചതിനാൽ നാം ലോകത്തിന്റെ വെളിച്ചമായി മാറി. ഇന്ന് കർത്താവ് നമ്മളോട് പറയുന്നത്, നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. നാം ലോകത്തിന്റെ വെളിച്ചമാകുന്നത് എങ്ങനെയാണ്? ക്രിസ്തു നമ്മിൽ വസിക്കുമ്പോഴാണ്. ആത്മാവിന്റെ നിറവിൽ, പരിശുദ്ധ ആത്മാവിൽ ക്രിസ്തുയേശുവിനെ പറ്റി ഒരു വലിയ വെളിപ്പാട് സ്ഥാപിച്ച് കഴിയുമ്പോൾ, ഹല്ലേലൂയ, സ്തോത്രം, ഈ ഹല്ലേലൂയ സാത്താൻ നമ്മളിൽ ഇട്ടിരിക്കുന്ന പല മൂടുമടങ്ങളുണ്ട്. ജാതികളിൽ ഇട്ടിരുന്ന മൂടുമടത്തെ മാറ്റുവാനായിട്ടാണ് കർത്താവ് ഭൂമിയിലേക്ക് ലോകത്തിന്റെ വെളിച്ചമായി വന്നത് എന്നുള്ള ഒറ്റ കാര്യം മാത്രമേ ഇന്ന് രാത്രി നാം ചിന്തിച്ചുള്ളൂ. ഈ വെളിപ്പാടിനോടുള്ള ബന്ധത്തിൽ മറ്റ് 4-5 കാര്യങ്ങൾ കൂടെ ചിന്തിപ്പാനുണ്ട്. അത് നാം വേറൊരു ദിവസം ചിന്തിക്കുന്നതായിരിക്കും. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. എന്നാൽ ഇന്ന് രാത്രിയിൽ ഞാൻ വചനത്തിൽ നിന്ന് വിരമിക്കുന്നതിന് മുമ്പേ നമ്മളിൽ ഏതെങ്കിലും മൂടുപടമുണ്ടോ എന്ന് ഇന്ന് രാത്രിയിൽ ഒന്ന് എത്തി നോക്കുന്നത് നല്ലതായിരിക്കും. അവിശ്വാസത്തിന്റെ മൂടുപടം, ഹല്ലേലൂയ, സ്തോത്രം, അല്ലെങ്കിൽ ജലസിയുടെ മൂടുപടം, അല്ലെങ്കിൽ പകയുടെ മൂടുപടം, അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ദുഷ്ടനായ സാത്താൻ ഏതെങ്കിലും മൂടുപടം നമ്മളിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ അത് മാറ്റുവാനായിട്ടാണ് കർത്താവ് ഇന്ന് രാത്രിയിൽ എനിക്കും നിനക്കും വെളിപ്പെട്ടു വരുന്നത് എന്ന് ഞാൻ ഓർപ്പിക്കുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം. ജീവിതത്തിൽ ഭാരങ്ങളാൽ നീർന്ന ഒരു വ്യക്തിയായിരിക്കാം നീ ഒരു പക്ഷേ, ഹല്ലേലൂയ, സ്തോത്രം. എന്നാൽ നിന്റെ ജീവിതത്തിലേക്ക് ഇറങ്ങി വന്ന് നിന്നെ ലോകത്തിന്റെ വെളിച്ചമാക്കി മാറ്റി, നിന്നെ ക്രിസ്തുയേശുവിൽ അവന്റെ സ്ഥാനാപതിയാക്കി മാറ്റി, അനേകർക്ക് അനുഗ്രഹ വിഷയമാക്കി മാറ്റി, നിന്നെ തീർക്കേണ്ടതിനു വേണ്ടി നിന്നിലുള്ള സകല മൂടുപടങ്ങളും മാറ്റി, ഹല്ലേലൂയ, ക്രിസ്തുയേശുവിന്റെ ഒരു വലിയ വെളിപ്പാട് അവിടുത്തെ ആത്മവിവശതയിൽ നിനക്ക് ലഭിപ്പാൻ സ്വർഗത്തിലെ ദൈവം ഇന്ന് രാത്രി ആഗ്രഹിക്കുകയാണ്. അതിനായി എന്നെ തന്നെ ഞാൻ സമർപ്പിക്കുന്നു. വചനം കേൾക്കുന്ന നിങ്ങളെ ഓരോരുത്തരെയും സമർപ്പിക്കണമേ എന്നുള്ള പ്രാർത്ഥനയാണ് ഇന്ന് രാത്രിയിൽ എനിക്കുള്ളത്. നമ്മെ തന്നെ ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. 1 മിനിറ്റ് സ്വയമായി ശാന്തമായി നമുക്ക് ചിന്തിക്കാം. കർത്താവേ, എന്നിൽ എന്തെങ്കിലും മൂടുപടമുണ്ടോ? ഇന്ന് ഹല്ലേലൂയ രാത്രിയിൽ ഞാൻ കഴിഞ്ഞ നാളുകളിൽ പ്രാർത്ഥിച്ച പല വിഷയങ്ങൾക്കും ഉത്തരം ലഭിക്കാതെ ഇരുന്നത് എന്നിലുള്ള ചില മൂടുപടങ്ങൾ കൊണ്ടാണോ നാഥ? എങ്കിൽ അറിയിക്കണമേ എന്ന് ആത്മാർത്ഥമായി നമുക്ക് പ്രാർത്ഥിക്കാം. സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ലോകത്തിന്റെ വെളിച്ചമായി ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന കർത്താവിന്റെ ദിവ്യ പ്രകാശം അപ്പോസ്തലനായ പൗലോസ് സൂര്യനെ വെല്ലുന്ന പ്രഭയോടുകൂടെ ഇറങ്ങി വന്നതുപോലെ ഇന്ന് രാത്രി എന്റെയും നിന്റെയും ഹൃദയങ്ങളിലേക്ക് ജ്വലിച്ച് പ്രകാശിച്ചിട്ട് ആ ആത്മവിവശതയുടെ അവസ്ഥയിൽ, ഹല്ലേലൂയ, രോഗസൗഖ്യം, വിടുതല്, അനുഗ്രഹം, സമൃദ്ധി, സന്തോഷം, ദൈവകൃപയുടെ ബഹുത്വം, ഹല്ലേലൂയ, ഇവയെല്ലാം അനുഭവിപ്പാൻ സ്വർഗത്തിലെ ദൈവം ആത്മാവിൽ സഹായിക്കുമാറാകട്ടെ. അങ്ങനെ കർത്താവിന്റെ നാമം ഇന്ന് രാത്രി ഉയർത്തപ്പെടട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. 1 മിനിറ്റ് നമ്മുടെ ഹൃദയങ്ങളെ കർത്താവിന്റെ സന്നിധിയിൽ പകരാം. അവിടെയായി ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർ, നമ്മുടെ ഹൃദയങ്ങളെ കർത്താവിന്റെ സന്നിധിയിൽ ഒരുക്കി അധരങ്ങൾ കൊണ്ട് സ്തോത്രം ചെയ്യാം. കർത്താവേ, നിനക്ക് സ്തുതി. കർത്താവേ, സ്തുതി. കർത്താവേ,
സ്തുതി കർത്താവേ, സ്തുതി കർത്താവേ, സ്തുതി കർത്താവേ. ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, അവിടുത്തെ ഓമന പുത്രന്റെ സ്വർഗീയമായ വെളിപ്പാടിനെ പറ്റി ഇന്ന് അല്പമായി ചിന്തിപ്പാൻ തക്കവണ്ണം ഏഴകളെ അവിടുന്ന് ബലപ്പെടുത്തിയതിനാൽ സ്തോത്രം. നിങ്ങളുടെ വെളിച്ചമായി ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന അവിടുത്തെ ദൈവകൃപയുടെ ബഹുത്വത്താൽ ഞങ്ങൾ ലോകത്തിന്റെ വെളിച്ചമായി മാറുവാൻ സ്വർഗത്തിലെ ദൈവത്തിന് ഞങ്ങളോട് പ്രസാദമായതിനാൽ സ്തോത്രം. കർത്താവേ, സാത്താൻ ഞങ്ങളിൽ എന്തെങ്കിലും മൂടുപടമിട്ടിട്ടുണ്ടെങ്കിൽ അത് ഇന്ന് രാത്രി അഴിഞ്ഞു മാറുന്ന രാത്രിയാക്കി മാറ്റുമാറാകണമേ. രോഗബന്ധനങ്ങൾ ഇന്ന് രാത്രി കർത്താവിന്റെ നാമത്തിൽ അഴിഞ്ഞു മാറട്ടെ. ഹല്ലേലൂയ, സ്തോത്രം. എല്ലാ അവിശ്വാസങ്ങളും ഇന്ന് രാത്രി അഴിഞ്ഞു മാറട്ടെ. ഈ യൂക്കോൺ സിറ്റിയുമേൽ സാത്താനിട്ടിരിക്കുന്ന മൂടുപടം അഴിഞ്ഞു മാറട്ടെ. ദൈവ മക്കളിന്മേൽ സാത്താനിട്ടിരിക്കുന്ന മൂടുപടം അഴിഞ്ഞു മാറട്ടെ. ഞങ്ങളുടെ തലമുറകളിന്മേൽ സാത്താനിട്ടിരിക്കുന്ന മൂടുപടം അഴിഞ്ഞു മാറട്ടെ. ഞങ്ങളുടെ സഹോദരി സഹോദരന്മാരുമേൽ സാത്താനിട്ടിരിക്കുന്ന മൂടുപടം കർത്താവ് എടുത്ത് മാറ്റണമേ. ഹല്ലേലൂയ. ഞങ്ങളുടെ ബന്ധുമിത്രാദികളിന്മേൽ സാത്താനിട്ടിരിക്കുന്ന മൂടുപടം എടുത്ത് മാറ്റി ക്രിസ്തുവേശുവിന്റെ പ്രഭ, ക്രിസ്തുവേശുവിന്റെ ജ്വലിക്കുന്ന പ്രകാശം ഞങ്ങളിലും ഞങ്ങളുടെ തലമുറകളിലും ഈ ദേശത്തും ഈ രാജ്യത്തും വ്യാപരിപ്പാൻ തക്കവണ്ണം കർത്താവ് ഞങ്ങളെ ലോകത്തിന്റെ വെളിച്ചമായി ഈ നാളുകളിൽ ഉപയോഗിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വചനം കേട്ട പ്രിയപ്പെട്ടവരുടെ രോഗങ്ങളെ സൗഖ്യമാക്കണമേ, ഞങ്ങളെ അഴിക്കുമാറാകണമേ, ദുഷ്ടന്റെ പോർവിളികളെ തകർക്കുമാറാകണമേ. ഞങ്ങൾക്കെതിരായി നിൽക്കുന്ന എല്ലാ അന്ധകാരത്തിന്റെ വെയിലുകളെയും എല്ലാ അന്ധകാരത്തിന്റെ മൂടുപടങ്ങളെയും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ പാഴ്ചകറ്റി ക്രിസ്തുയേശുവിന്റെ ആ വലിയ വെളിപ്പാടിനാൽ ഞങ്ങൾ മാറ്റുകയാണ്. കർത്താവ് അങ്ങനെ ചെയ്തിരിക്കുകയാണ്. സ്തോത്രം. ഞങ്ങളുടെ അകത്തെ കണ്ണ് തുറന്ന് ഞങ്ങളുടെ കണ്ണിന്റെ മൂടുപടം മാറ്റി ഉൾക്കാഴ്ച തന്ന പൊന്നു കർത്താവിന് സ്തോത്രം. രാത്രി കർത്താവ് തന്ന വചനത്തിന് സ്തോത്രം. യേശു രക്ഷകന്റെ നാമത്തിൽ തന്നെ. താങ്ക് യു ഓൾ. God bless you. Thank you. Thank you, Pastor. കേൾപ്പിച്ച വചനത്തിന്റെ മുൻപാകെ നമ്മളെ തന്നെ സമർപ്പിക്കാം. വചനം ശുശ്രൂഷിപ്പാൻ, അത് വചനമാകുന്ന അപ്പം നുറുക്കി തരുവാൻ ഇന്ന് രാത്രികാലം കൃത്യനെ ബലപ്പെടുത്തിയല്ലോ. പിന്നെയും നമുക്ക് ദാസനെ ഓർത്ത് പ്രാർത്ഥിക്കാം. പിന്നെയും ശരീരത്തിനും മനസ്സിനും ആത്മാവിനും ബലം കൊടുത്ത് ദാസനെ ഉറപ്പോടെ ധൈര്യത്തോടെ അനേകർക്ക് ഒരു വിടുതലാകുവാൻ, വചനം പിന്നെ ഞുറുക്കി കൊടുക്കുവാൻ, അവരുടെ കുറവുകളെ വചനത്തിലൂടെ കണ്ടുണരുവാൻ യുവദാസനെ പിന്നെയും കരങ്ങൾ എടുത്ത് ഉപയോഗിക്കേണ്ടപ്പോൾ പ്രാർത്ഥിക്കാം. അതുപോലെ അടുത്ത ആഴ്ച മുതൽ ബൈബിൾ സ്റ്റഡി തുടങ്ങുകയാണ്. ട്യൂസ്ഡേയിലും വെനസ്ഡേയിലും എല്ലാ ചൊവ്വാഴ്ചയും ബുധനാഴ്ചയും വൈകിട്ട് 9 മുതൽ 10 മണി വരെ ദൈവദാസൻ ഡോക്ടർ പാസ്റ്റർ ജോൺ വർഗീസ് സെക്രട്ടറി ഓഫ് പ്രവചനത്തിൽ നിന്ന് ഹല്ലേലൂയ ടീച്ച് ചെയ്യുന്നുണ്ട്. അതെല്ലാവരും അതിൽ പങ്കെടുത്ത് വലിയ അനുഗ്രഹം പ്രാപിക്കണമെന്ന്